ഇന്നത്തെ ക്ലാസ്സിൽ ഓക്സിലറി വേർബ്സാണ് പഠിക്കാൻ പോകുന്നത്. ഓക്സിലറി വേർബ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെർബ് ഇതൊക്കെ പഠിച്ചു, വെർബ് ആഡ്വർബ് ഇതൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഓക്സിലറി വേർബ് എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓക്സിലറി വേർബ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഒന്ന് പറഞ്ഞു നോക്കിയാൽ. ഓക്സിലറി വേർബ് എന്തായിരിക്കും? വെർബ് എന്ന് പറഞ്ഞാൽ അറിയാം, ക്രിയ അല്ലേ. അപ്പോൾ ഓക്സിലറി എന്ന് പറയുന്നതായിരിക്കും ഹെൽപ്പിംഗ് വെർബാണ്. ഒരു വെർബിനെ സഹായിക്കുന്ന വെർബിനെയാണ് ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. ആഡ്വർബ് വിശേഷിപ്പിക്കുന്ന വെർബാണ്. അത് നമ്മൾ കൺഫ്യൂഷൻ ആകരുത് കേട്ടോ. ഓക്സിലറി വേർബ് എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് വെർബാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നോട്ട്സ് തരാം, അപ്പം അന്നേരം എഴുതിയെടുത്താൽ മതി, എഴുതണ്ട. ഓക്സിലറി വേർബ്സ് ആർ ഓൾസോ കോൾഡ് ഹെൽപ്പിംഗ് വേർബ്സ് ആൻഡ് ബിക്കോസ് ദേ ഹെൽപ്പ് അനദർ വെർബ് ഇൻ എ സെൻറ്റൻസ്. മറ്റൊരു വെർബിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെർബിനെയാണ് ഓക്സിലറി വേർബ് എന്ന് പറയുന്നത്. ഇപ്പം ഹാം, ഈസ്, ആർ, വാസ്, വേർ, ഡിഡ്, ഡസ്, ഡു, പിന്നെ ബി, ബീൻ, വിൽ, ഹാസ്, ഹാവ് എന്നൊക്കെ പറയുന്ന ഒരു ഹെൽപ്പ് ഓക്സിലറി വേർബ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ഒരു സെൻറ്റൻസ് ചെയ്യുമ്പം പറയാം, ഐ എം സ്റ്റഡിങ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വെർബ് എന്ന് പറയുന്നത് സ്റ്റഡിങ് അല്ലേ. സ്റ്റഡിങ് ഈസ് എ വെർബ്. അപ്പോൾ ഓക്സിലറി വേർബ് എന്തായിരിക്കും? അതിൻ്റെ തൊട്ട് ബാക്കിലുള്ളത് ആം. ആം ഈസ് എ ഓക്സിലറി വേർബ് എന്നും പറയും. പിന്നെ അന്ന ആസ് ഫിനിഷ്ഡ് ദ ഹോംവർക്ക് എന്ന് പറയാം. അപ്പോൾ ഫിനിഷ്ഡ് വെർബാണ്. അപ്പോൾ വെർബിൻ്റെ തൊട്ട് മുന്നിൽ നിന്നുള്ള ഹാസ് ഇസ് ദ ഓക്സിലറി വെർബ്. പിന്നെ ഗസ്റ്റ് ഹാവ് അറൈവ്ഡ്. അപ്പോൾ അറൈവ്ഡ് വെർബാണ്. അവിടെ ക്രിയ നടന്നു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഹാവ്, ഹാവ് ഇസ് എ ഓക്സിലറി വെർബ്. ഓക്കെ, ദേ ക്യാൻ പാർക്ക് ദെയർ കാർ ഇൻ ദ ഷെഡ്. പാർക്ക് എന്ന് പറയുന്നത് വെർബാണ്. അതിൻ്റെ തൊട്ട് മുന്നിലുള്ള എന്താ? ക്യാൻ ഇസ് ദ ഓക്സിലറി വെർബ്. ഓക്കെ, ഇതാണ് ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നീട് ക്വസ്റ്റ്യൻ ഫോമിൽ എങ്ങനെ ഓക്സിലറി വേർബ് വരും എന്ന് കാണിച്ചിട്ട്, വൈ ഡിഡ് ജോൺ കം ലേറ്റ്. അപ്പോൾ ഇതിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരാളുടെ പേരാണ്, ജോൺ അല്ലേ. വൈ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ടാഗാണ്. ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയും. പിന്നെ ഡിഡ് ആണ് അവിടുത്തെ ഓക്സിലറി വെർബ്. കം എന്ന് പറയുന്നത് വെർബാണ്, ക്രിയ. ഓക്കെ, അപ്പോൾ ഡിഡ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബാണ്. ഓക്കെ, അത് മനസ്സിലായില്ലേ? പിന്നെ മെനി പീപ്പിൾ, അടുത്ത സെൻറ്റൻസ്, മെനി പീപ്പിൾ വിൽ ഗോ ടു ദ കൺസേർട്ട്. അപ്പം ഗോ എന്ന് പറയുന്നത് വെർബാണ്, വിൽ എന്ന് പറയുന്നത് ഓക്സിലറി വെർബാണ്. പിന്നെ വി വർ പ്ലാനിങ് ടു ബുക്ക് എ മൂവി ഫോർ ടുമോറോ. പ്ലാനിങ് എന്ന് പറയുന്നത് വെർബാണ്, അവിടെ ക്രിയയാണ്. വർ ഇസ് എ ഓക്സിലറി വെർബ്. ഓക്കെ, റഫീന വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് അസ് ഫോർ ഡിന്നർ. റഫീന എന്ന് പറയുന്നത് സബ്ജക്റ്റാണ് അല്ലേ. ലൈക്ക് എന്ന് പറയുന്ന വെർബാണ്. അതിൻ്റെ തൊട്ട് മുന്നിൽ നിന്നപ്പം എന്ന് വുഡ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബാണ്. ഓക്കെ, ഹി ഈസ് എ ഗ്രേറ്റ് ഓൾറൗണ്ട് പ്ലെയർ. അപ്പോൾ എന്താണ്? ഓൾറൗണ്ട് പ്ലെയർ, ഗ്രേറ്റ് ഓൾറൗണ്ട് പ്ലെയർ. അവിടെ ആഡ്ജക്റ്റീവും കൂടി വന്നിട്ടുണ്ട്, ഗ്രേറ്റ്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നിൽ നിന്ന് ഈസ് ഇസ് എ ഓക്സിലറി വെർബാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, പറഞ്ഞുതരാം. ഡൗട്ടുണ്ടോ? ഇല്ല, ക്ലിയർ ആണ് ഇതുവരെ അടുത്ത്. അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വൊവൽസ് കോൺസ്റ്റൻസ് ഒന്ന് എടുക്കാം കേട്ടോ. മിസ് പറഞ്ഞുതരാം. വൈ ഡിഡ് ജോൺ കെയിം ലേറ്റ്. ജോൺ എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്. ഡിഡ് എന്ന് പറഞ്ഞാൽ ഓക്സിലറി വെർബാണ്. പിന്നെ വെർബ് എന്ന് പറയുന്നത് ഇവിടെ കമ്മാണ്, ക്രിയ അല്ലേ. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് വൈ ആണ്. വൈ ഡിഡ് ജോൺ കെം ലേറ്റ്. ജോൺ കെം ലേറ്റ്, കെയിം അല്ല കം, സോറി. Why did John come late? Okay, these are auxiliary verbs. ഞാൻ ഓക്സിലറി വേർബ് കുറച്ചും കൂടി ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഐ ആം സ്റ്റഡിങ് ഇംഗ്ലീഷ്. അതിൽ ആം നേരത്തെ ഞാൻ പറഞ്ഞു, ആം എന്ന് പറയുന്നത് ഓക്സിലറി വേർബാണ്. പിന്നെ അന്ന ഹാസ് ഫിനിഷ്ഡ് ദ ഹോംവർക്ക്. ഫിനിഷ്ഡ് ഇസ് എ വെർബ്, ഹാസ് ഇസ് ദ ഓക്സിലറി വേർബ്. ഹാസ് എന്ന് പറയുന്നത് ഓക്സിലറി വേർബാണ്. ഓക്കെ, ഗസ്റ്റ് ഹാവ് അറൈവ്ഡ് വെർബാണ്. ഗസ്റ്റ് ഹാവ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബാണ്. ഓക്കെ, ക്ലിയർ ആണോ? ആക്സിലറി വെർബ്സ് ആം, ഈസ്, ആർ, വാസ്, വേർ, ബി, ഡിഡ്, ഡസ്, ഡു, ഷുഡ്. പിന്നെ ഐ എം സ്റ്റഡിങ് ഇംഗ്ലീഷ് എന്നുണ്ടോ. ആം എന്താണ്? ആക്സിലറി വെർബ്. സ്റ്റഡിങ് വെർബാണ്, അത് നമുക്കറിയാം അല്ലേ.
വെർബിൻ്റെ തൊട്ട് മുന്നേ വരുന്നതായിരിക്കും ഓക്സിലറി വെർബ്, അതായത് ഹെൽപ്പിംഗ് വെർബ് എന്ന് ആലോചിച്ചാൽ മതി. അന്ന ഹാസ് ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക്. ഫിനിഷ്ഡ് വെർബാണ്, ഹാസ് ഇസ് എ ഓക്സിലറി വെർബ്. ഗസ്റ്റ് ഹാസ് അറൈവ്ഡ് ഇസ് എ വെർബ് ആൻഡ് ഹാവ് ഇസ് ദ ഓക്സിലറി വെർബ്. ഓക്കെ. ഇതാ വൈ ഡിഡ് ജോൺ കം ലേറ്റ്. സബ്ജക്റ്റ് ജോൺ ആണ്. വെർബ് എന്ന് പറയുന്ന ക്രിയ കമ്മാണ്. ഓക്സിലറി വെർബ് ഡിഡ് ആണ് വരിക. ക്വസ്റ്റ്യൻ വേർഡ് വൈ ആണ് വരിക. വൈ ഡിഡ് ജോൺ കം ലേറ്റ്. ഓക്കെ. ഇതിപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് രൂപത്തിലുള്ളതാണ്. സാധാരണ സെൻറ്റൻസ് രൂപത്തിലും ഓക്സിലറി വെർബ് വരുന്നുണ്ട്. അതാണ് നേരത്തെ ഞാൻ കാണിച്ചു തന്നത്, പറഞ്ഞു തന്നത്.